ജനം ടിവിയുടെ സഫലയാത്ര 10ാം വർഷത്തിലെത്തുമ്പോൾ ജനജീവിതത്തെ ബാധിക്കുന്ന ഒട്ടേറെ വാർത്തകൾ പൊതുസമക്ഷം ഞങ്ങൾക്ക് എത്തിക്കാനായി. അവയവ കച്ചവട മാഫിയയുടെ ഞെട്ടിക്കുന്ന കഥകൾ ആദ്യം പറഞ്ഞത് ജനം ടിവിയാണ്. നിരവധി രോഗികളെ ദുരിതത്തിലേക്ക് തള്ളിവിട്ട കൊച്ചിയിലെ അൽഷിഫ ആശുപത്രിയുടെ ക്രൂരതകൾ പുറത്തു കൊണ്ടുവന്നതും ജനം ടിവി തന്നെയാണ്. കായംകുളം കുട്ടുംവാതുക്കൽ പാലം യാഥാർത്ഥ്യമാക്കാനും ഇടുക്കിയിൽ ഇക്കോ ലോഡ്ജ് തുറന്നുകൊടുക്കാനും അമ്പലപ്പുഴ ഗുരുമന്ദിരം നിലനിർത്താനും കാരണമായതും ജനം ടിവി വാർത്ത തന്നെയാണ്. 2017 ഇടപ്പള്ളി അൽഷിഫ ആശുപത്രിയിലെ നിരന്തരമായുള്ള ചികിത്സാ പിഴവിന്റെ വാർത്ത ജനം ടിവിയിലൂടെ പുറം ലോകം അറിയുന്നത്. പൈൽസ് രോഗത്തിന് വേദനയില്ലാത്ത ശസ്ത്രക്രിയ വാഗ്ദാനം ചെയ്ത പരസ്യം കണ്ട് ആശുപത്രിയിലെത്തിയ രോഗികൾക്ക് നേരിടേണ്ടി വന്നത് സമാനതകളില്ലാത്ത ദുരിതമാണ്. ഒരു രോഗിയിൽ നിന്ന് ആയിരക്കണക്കിന് രോഗികൾ അവരുടെ അനുഭവങ്ങൾ ജനം ടിവിയിലൂടെ തുറന്നു പറഞ്ഞു. ചികിത്സാ പിഴവിന്റെ വേരുകൾ തേടിയെത്തിയത് പ്രധാന ഡോക്ടറായി ഉണ്ടായിരുന്ന ഷാജഹാൻ യൂസഫിന്റേത് വ്യാജ മെഡിക്കൽ ബിരുദ സർട്ടിഫിക്കറ്റ് എന്ന അതിലും വലിയ തട്ടിപ്പിലേക്കാണ്. തുടർന്ന് രോഗികളുടെ പ്രക്ഷോഭത്തിൽ കൊച്ചി ഇടപ്പള്ളിയിലുള്ള അൽഷിഫ ആശുപത്രിക്ക് പ്രവർത്തനം നിർത്തേണ്ടി വന്നു. തട്ടിപ്പ് തിരിച്ചറിഞ്ഞ് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഷാജഹാൻ യൂസഫിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കി. ജനം ചാനലുകാർ വന്നുകൊണ്ട് അന്ന് തന്നെ പത്രസമ്മേളനം നടത്തി ഒരുപാട് ചാനലുകാരുണ്ടെങ്കിലും നമ്മൾക്ക് ഈ ഒരു വാർത്തയെ പുറത്തോട്ട് കൊണ്ടുവന്നില്ല. പക്ഷേ ജനം ചാനലുകാരാണ് ഈ വാർത്തയ്ക്ക് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മളെ സഹായിച്ചത്. അതിന് എനിക്ക് എന്നും അവരോട് കടപ്പാടുകളുണ്ട്, മനസ്സിൽ എന്നും നന്ദി തന്നെയുണ്ട് അവരോട്. അവയവ കച്ചവട മാഫിയയെ കുറിച്ച് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഓരോന്നായി ആദ്യമായി വന്നത് ജനം ടിവിയിൽ. തന്റെ വൃക്ക തട്ടിയെടുത്ത് ലക്ഷങ്ങൾ കൈക്കലാക്കിയ ഏജന്റിനെതിരെ ചേർത്തല സ്വദേശിനിയായ യുവതി നടത്തിയ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതായിരുന്നു. അവയവ തട്ടിപ്പ് മാത്രമല്ല, ബലാത്സംഗം ചെയ്ത് നഗ്നദൃശ്യങ്ങൾ പകർത്തി കൂടുതൽ ഇരകൾക്കായി ഏജന്റ് ഭീഷണിപ്പെടുത്തിയതിനെ കുറിച്ച് യുവതി തുറന്നു പറഞ്ഞതും ജനം ഡിബേറ്റിലായിരുന്നു. മാഫിയക്കെതിരെ വിരൽ ചൂണ്ടിയതിനാണ് ലേക്ക് ഷോർ ആശുപത്രി തന്നെ പുറത്താക്കിയതെന്നും യുവതി കുറ്റപ്പെടുത്തിയിരുന്നു. പിന്നാലെ അവയവ മാഫിയയുടെ ചതിയിൽപ്പെട്ട നിരവധി പേരുടെ കഥകൾ. അങ്ങനെ അവയവ മാഫിയയുടെ വേരറക്കുന്ന വിധമുള്ള നിരവധി വാർത്തകൾ ജനം ടിവിയിലൂടെ പുറം ലോകമറിഞ്ഞു. ആശുപത്രിയിൽ പേഷ്യൻ്റ് വന്ന് ഡോക്ടറെ കണ്ട് അവർക്ക് കിഡ്നി മാറ്റി വയ്ക്കണം അല്ല ലിവർ മാറ്റി വയ്ക്കണം എന്നുള്ളൊരു ഇത് വരുമ്പോൾ ഹോസ്പിറ്റൽ ജീവനക്കാർ തന്നെ ഈ ഏജൻറ്റിനെ വിളിച്ച് നമ്പർ കോണ്ടാക്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. പേഷ്യൻറ്റിന് ഇപ്പോൾ ഈ ഷാജിനെ പോലെയുള്ള ഏജൻറ്റുമാർക്ക് കൊടുക്കുന്നത് ഈ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയുള്ള മെയിൻ ആൾക്കാർ, അതായത് ഇപ്പോൾ ലേഷോറിലാണെങ്കിൽ ഒരു സക്കീർ സാറ് ഉണ്ട്, പിന്നെ എബി സാറ് ചെയ്തു കൊടുക്കാറുണ്ട്. അങ്ങനെ ജനം ടിവി 10ാം വർഷത്തിലേക്ക് എത്തുമ്പോൾ ഒരു നാടിന്റെ ആകെ ചിരകാല സ്വപ്നമായ കായംകുളം കൂട്ടുവാതുക്കൽ കടവ് പാലം യാഥാർത്ഥ്യമാക്കിയതിന് നന്ദി പറയുകയാണ് അവിടുത്തെ നാട്ടുകാർ. കണ്ടല്ലൂർ പഞ്ചായത്ത്, ആറാട്ടുപുഴ, ദേവികുളങ്ങര പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലത്തിനായി 1967 മുതലുള്ള നാട്ടുകാരുടെ ആവശ്യമാണ് ഒപ്പം ചേർന്ന് ജനം ടിവി യാഥാർത്ഥ്യമാക്കിയത്. അപ്പോൾ 1967 മുതൽ കൂട്ടുവാതുക്കൽ പാലം വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വിവിധ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഫലപ്രാപ്തിയിലെത്തിയില്ല. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ വിവരാവകാശ നിയമം അനുസരിച്ച് കാര്യങ്ങളെല്ലാം നമ്മൾ സമാഹരിച്ചുകൊണ്ട് പത്രക്കാരെയും മീഡിയ മിഷൻ എല്ലാവരെയും കണ്ടുകൊണ്ട് ആവശ്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിൽ ഏറ്റവും മുമ്പേ വന്നത് ജനം ടി വിയാണ് ഇവിടെ വരുന്നത്. അങ്ങനെ ജനം ടി വി ആവശ്യം ഉന്നയിച്ചുകൊണ്ട് 2019 മെയ് മാസം 9-ാം തീയതി ഇവിടെ ഇടമരത്തിശ്ശേരി ക്ഷേത്ര മൈതാനിയിൽ വെച്ച് ജനസഭ എന്ന് പറയുന്ന ഒരു പരിപാടി നടത്തി. ആ ജനസഭ എന്ന് പറയുന്ന പരിപാടി നടത്തി കഴിഞ്ഞപ്പം അത് മന്ത്രിയുടെ ശ്രദ്ധയിൽ വരികയും മന്ത്രി അത് പൂർണ്ണമായിട്ട് കാണുകയും ഉടനെ തന്നെ ഈ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരുന്ന ആളുകളെല്ലാം അദ്ദേഹം ക്ഷണിക്കുകയും പാലത്തിന് അനുകൂലമായ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. ജനം ടിവിയുടെ നിരന്തര വാർത്തകളും ജനസഭയും ശ്രദ്ധയിൽപ്പെട്ടതോടെ അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ ഇടപെട്ടു. 2016-17 ബജറ്റിൽ പാലത്തിനായി 50 കോടി രൂപ പ്രഖ്യാപിച്ചു. 2019 നവംബർ 19 തറക്കല്ലിട്ട് 2022 ഏപ്രിൽ 13 പാലം നാട്ടുകാർക്ക് തുറന്നുകൊടുത്തു. ഈ നാട്ടുകാർക്ക് മൊത്തം ആവശ്യമായിരുന്നു. ഞങ്ങൾക്കൊക്കെ അതിനകത്ത് വലിയ സന്തോഷമുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് ഞങ്ങളെ സഹായിച്ചത് ജനജീവിയുടെ ജനസഭയാണ്. അത് ഞങ്ങൾ മറക്കത്തില്ല. അത് ആ ജനസഭ കണ്ടിട്ട് ജി സുധാകരൻ എന്ന മന്ത്രി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പാലം അനുവദിപ്പിച്ച് തന്നതും അത് അദ്ദേഹത്തിന് ഒരുപാട് നന്ദി പറയുന്നുണ്ട് ഞങ്ങൾ.
നിക്ഷേപ തട്ടിപ്പിന്റെ പേരിൽ പൊളിച്ചു നീക്കാൻ ശ്രമിച്ച അമ്പലപ്പുഴ കാക്കാഴത്തെ ശ്രീനാരായണ ഗുരുമന്ദിരത്തിനും ഭക്തർക്കും തുണയായതും ജനം TV വാർത്ത. ജനം TV വാർത്ത പുറത്തു വന്നതോടെ പ്രശ്നത്തിൽ വിവിധ ഇടപെടലുകൾ ഉണ്ടായി. ഗുരുമന്ദിരം പൊളിച്ചു നീക്കുന്ന നടപടിയിൽ നിന്ന് ഹൈക്കോടതി നിയോഗിച്ച റിസീവർ പിന്മാറുകയും തുടർന്ന് ചർച്ചയിലൂടെ ഗുരുമന്ദിരം നിലനിർത്താനും തീരുമാനമായി. മുൻ ഭരണസമിതി നടത്തിയ നിക്ഷേപ തട്ടിപ്പിൽ കാക്കാഴത്തെ 363 ശാഖയും ഗുരുമന്ദിരവും ഉൾപ്പെടെ 14 സെന്റ് സ്ഥലവും നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലായിരുന്നു ഭക്തരുടെ പ്രതിഷേധം. ജനം TV വാർത്ത പുറത്തു വന്നതോടെ സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ഇവർക്ക് പിന്തുണയുമായി നിരവധി പേരെത്തി. ജനം TVയുടെ വാർത്ത കൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പ്രയോജനമുണ്ടായി. ഇവിടെ കഴിഞ്ഞ ഏപ്രിൽ മാസം 28-ാം തീയതിയാണ് ഈ സൈഡിൽ കാണുന്ന ഗുരുമന്ദിരം പൊളിച്ചു കളയാനും ഈ വസ്തു മറ്റൊരാൾക്ക് കൈവശപ്പെടുത്തി കൊടുക്കുന്നതിനും വേണ്ടിയിട്ട് കോടതി നിയോഗിച്ച കോടതി ഉത്തരവുമായിട്ട് റിസീവർ എത്തിയത്. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ സംഘടിക്കുകയും വിശ്വാസികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധിക്കുകയും നാമജപ പ്രതിഷേധമൊക്കെ നടത്തി. ജനം TVയെ വളരെ ഞങ്ങളോടൊപ്പം നിന്ന് അതിന് വേണ്ട ഒരു പബ്ലിസിറ്റി കൊടുത്തു. ഇതിനുണ്ടായിരിക്കുന്ന അനീതി, സാമൂഹികമായിട്ടുണ്ടാകുന്ന ഒരു അനീതിയെക്കുറിച്ച് പൊതുസമൂഹത്തിനും കോടതിക്കും ബോധ്യപ്പെട്ടു എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോടതി നിയോഗിച്ച റിസീവർ പിന്നീട് ഞങ്ങളുമായിട്ടൊരു ചർച്ചയ്ക്ക് തയ്യാറായി. ഇടുക്കി ആർച്ച് ഡാമിനോട് ചേർന്ന് ടൂറിസം വകുപ്പ് നിർമ്മിച്ച ഇക്കോ ലോഡ്ജുകൾ നാശത്തിന്റെ വക്കിലായിരുന്നു. ഇത് സംബന്ധിച്ച വിശദമായ വാർത്ത ജനം TV പുറത്തുവിട്ടു. റിപ്പോർട്ട് വന്നതിന് പിന്നാലെ അടിയന്തര നടപടിയുമുണ്ടായി. കഴിഞ്ഞ നവംബറിൽ ഈ ഇക്കോ ലോഡ്ജുകൾ പൊതുജനങ്ങൾക്കായി തുറന്നു നൽകി. നിലമ്പൂർ തേക്ക് ഉപയോഗിച്ച് ഇടുക്കി ആർച്ച് ഡാമിനോട് ചേർന്ന് കുറുവൻമലയുടെ ചെരുവിൽ നിർമ്മിച്ച 12 ഹട്ടുകൾ 2018-ൽ പണി പൂർത്തീകരിച്ചിരുന്നെങ്കിലും പൊതുജനങ്ങൾക്ക് തുറന്നു നൽകുന്നതിൽ കാലതാമസമുണ്ടായി. ഇതോടെ കാട് കയറി നാശത്തിന്റെ വക്കിലെത്തിയിരുന്നു ഈ ഇക്കോ ലോഡ്ജ്. തുടർന്ന് ജനം TV നൽകിയ വാർത്ത ഫലം കണ്ടു. മാധ്യമങ്ങൾ ഭരണകൂടത്തിലും ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കുന്ന വളരെ വലിയ സ്വാധീനമാണ് എന്നതിൻ്റെ തെളിവാണ്. ഇടുക്കി ആർച്ച് ഡാമിന് സമീപത്ത് ഇടുക്കിയുടെ വിനോദസഞ്ചാര സാധ്യതയ്ക്ക് വളരെയേറെ കരുതൽ നൽകുന്ന എക്കോ ലോഡ്ജ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച് വർഷങ്ങളോളം അത് ഉദ്ഘാടനം ചെയ്ത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാതെ വിനോദസഞ്ചാര സാധ്യതയ്ക്ക് ഉള്ള വാതായനങ്ങൾ തുറക്കാതെ പൂട്ടിക്കിടന്ന ആ സ്ഥാപനം ഞാൻ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അന്ന് ജനം TVയുടെ പ്രതിനിധികളുമായി കണ്ടപ്പോൾ ഈ വിഷയം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അവർ വന്ന് റിപ്പോർട്ട് ചെയ്യുകയും അന്ന് ജനം TV നടത്തിയ റിപ്പോർട്ടിങ് ഭരണകൂടത്തിൻ്റെ അനാസ്ഥയിൽ വലിയ പൊള്ളിളക്കം സൃഷ്ടിക്കുകയും ചെയ്തതിൻ്റെ പ്രതിഫലനമായി ആ എക്കോ ലോഡ്ജ് പിന്നീട് തുറക്കുകയും ഇന്ന് സഞ്ചാരികൾക്കും വിനോദസഞ്ചാര മേഖലയ്ക്കും ഗുണവ് പകരുവാൻ ആ സ്ഥാപനം ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് മാറിയിട്ടുണ്ട്. അതിന് കാരണമായതിൽ വലിയ പങ്ക് ജനം TVക്ക് നിർവഹിക്കാൻ കഴിഞ്ഞു എന്നതിലും എനിക്കേറെ സന്തോഷവും ചാരിതാർത്ഥ്യവും. കഴിഞ്ഞ നവംബർ 9-ന് ഇക്കോ ലോഡ്ജ് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകി. കഴിഞ്ഞ നവംബർ 2023 9-ാം തീയതിയാണ് നമ്മുടെ ഈ സ്ഥാപനം ഓപ്പൺ ചെയ്ത് പബ്ലിക്കിന് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് നവംബർ മാസം, ഡിസംബർ മാസം, ജനുവരി മാസം നല്ല ഫ്ലോ ആയിരുന്നു, ഗസ്റ്റിന് നല്ലൊരു ഫ്ലോ ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു എക്സാം പീരീഡ് ആയതുകൊണ്ട് കുറച്ച് കുറഞ്ഞു. ഏപ്രിൽ മെയ് കുറച്ച് ഗസ്റ്റുകൾ വന്നു പോയിട്ടുണ്ട്. ജനം, കൊച്ചി.